അല്ലമീൻ ചേരുന്നുണ്ട്. നമുക്ക് ആ വാർത്ത ഒന്ന് എടുത്തിട്ട് വരാം. അല്ലമീൻ ചേരുന്നുണ്ട്. അല്ലമീൻ, ഇരുട്ടടി പോലെയാണല്ലോ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടിട്ടും ഈ മോദി സർക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാണിജ്യ പാചകവാതക വിലയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എത്ര രൂപ കണ്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്? പൊതുവിപണിയിൽ സാധനങ്ങളുടെ വില കൂടത്തക്ക രീതിയിലുള്ള വർധനവാണോ? അരുൺ, ഈ ഓരോ മാസവും വില വർദ്ധിപ്പിക്കാനുള്ള ഒരു അവകാശം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തവണയും എണ്ണക്കമ്പനികൾ പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസവും സമാനമായ രീതിയിൽ വില വർദ്ധിപ്പിച്ചിരുന്നു. ഇത്തവണ 23 രൂപ 50 പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 19 കിലോ വെയിറ്റ് വരുന്ന സിലിണ്ടറിന് 1806 രൂപയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ വില വർധന വന്നതോടുകൂടി. ഇത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിനാണ് ഈ വില വർദ്ധിച്ചിരിക്കുന്നത്. ഇന്ന് വില വർദ്ധിക്കുമ്പോൾ അത് ഗാർഹിക സിലിണ്ടറുകൾക്ക് അത് ബാധകമായിട്ടില്ല. അടുത്ത മാസം സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായി നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊന്നും തന്നെ ഇന്ധന വില വർധനവോ പാചകവാതക വില വർധനവോ ഒന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് അടുത്ത മാസവും വില വർദ്ധിക്കാനുള്ള സാധ്യതയില്ല. അതിന് മുൻപുള്ള അവസരം പരമാവധി മുതലാക്കുകയാണ് എണ്ണ കമ്പനികൾ എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. കഴിഞ്ഞ മാസവും 14 രൂപ ഈ വിധത്തിൽ വർദ്ധിപ്പിച്ചിരുന്നു. ഡിസംബർ ജനുവരി മാസങ്ങളിലായി 45 രൂപ വില കുറച്ചിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ മാസവും ഇത്തവണയും വില വർദ്ധിപ്പിച്ചത്. സ്വാഭാവികമായും അടുത്ത മാസം തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപുള്ള ഒരു വർധനമായി തന്നെ അതിനെ കണ്ടാൽ മതി. അടുത്ത മാസം വില വർധനം ഉണ്ടാകില്ല. ഈ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വിലയാണ് വർദ്ധിപ്പിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ ഹോട്ടലുകളിലേക്ക് തന്നെ ആശ്രയിക്കുന്ന ആളുകൾക്ക് വലിയ തിരിച്ചടിയാകും. ഭക്ഷണത്തിനൊക്കെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഉടലെടുത്ത് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഏതായാലും 23 രൂപ 50 പൈസയാണ് ഇന്ന് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ ഇതോടെ 19 കിലോ ഭാരം വരുന്ന സിലിണ്ടറിന്റെ വില 1806 രൂപയായി മാറിയിരിക്കുകയാണ്. അരുൺകുമാർ. റൈറ്റ്, ഓക്കെ, താങ്ക് യു അല്ലമീൻ. വർദ്ധിച്ചിരിക്കുന്നത് 23 രൂപ 50 പൈസയുടെ വർധനവ് ഒരു സിലിണ്ടർ. നഷ്ടമാണ് അല്ലേ?